അടുത്തൊരു റേഷ്യോയുടെ ക്വസ്റ്റൻ ആണ് നമുക്കിവിടെ ചോദിക്കുന്നത്. ബൈ മിസ്റ്റേക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഡിവൈഡിംഗ് ₹702 എമോങ് റാം, റമേഷ് ആൻഡ് നരേഷ് ഇൻ ദ റേഷ്യോ ഓഫ് 1/3, 1/4, 1/6, it was divided in the ratio of 3:4:6. Who gained the most and by how much? അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പറയുന്നത് റാം, റമേഷ് ആൻഡ് നരേഷ് 3 പേരാണുള്ളത്. നമുക്കിവിടെ പേരുകളൊന്ന് എഴുതാം. റാം, രമേശ് ആൻഡ് നരേഷ്. ഈ 3 പേരുടെ ഇടയ്ക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന ₹702 ഡിവൈഡ് ചെയ്യണം. പക്ഷെ ഡിവൈഡ് ചെയ്യേണ്ടി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ 1/3:1/4:1/6 റേഷ്യോയിലായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അറിയാതെ ഡിവൈഡ് ചെയ്ത ഏത് റേഷ്യോയിലാണ്? 3:4:6 ഡിവൈഡ് ചെയ്തത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് ശരിക്കും കിട്ടേണ്ടതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കിട്ടിയത് ആർക്കാ ആൻഡ് എത്ര കൂടുതൽ കിട്ടി എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രാക്ഷനിൽ തന്നിരിക്കുന്ന റേഷ്യോ ഒന്ന് സിമ്പിൾ ആക്കാം. സോ നമ്മളിവിടെ ഈ ഒരു 3ഉം 4ഉം 6ഉം ഒരേപോലെ പോകുന്ന നമ്പറാണ് ഏതെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫുൾ റേഷ്യോനെ നമുക്ക് 12 കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, നമുക്ക് പ്രോപ്പർ റേഷ്യോസ് കിട്ടും. സോ ഇതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 × 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 എന്ന് വരും. അതുപോലെ 1/4 × 12 എന്ന് പറയുമ്പോൾ 3 എന്ന് വരും. ആൻഡ് 1/6 × 12 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് വരും. ഓക്കെ, റേഷ്യോ സിമ്പിൾ ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതായിരുന്നു ശരിക്കും ഡിവൈഡ് ചെയ്യേണ്ടുന്ന റേഷ്യോ. അപ്പൊ നമുക്ക് ആ റേഷ്യോ ഒന്ന് എഴുതാം. 4:3:2. ഈ റേഷ്യോയിലായിരുന്നു ശരിക്കും ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത്, ശരിക്കുള്ള ഒറിജിനൽ റേഷ്യോ അല്ലെങ്കിൽ ശരിക്കുള്ള റൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിലായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അറിയാതെ ഡിവൈഡ് ചെയ്ത ഏത് റേഷ്യോയിലാണ്? 3:, അതവിടെ തന്നിട്ടുണ്ട് നമുക്ക്. 3:4:6 എടുത്ത് അറിയാതെ ഡിവൈഡ് ചെയ്തത്. ഇനി റേഷ്യോ രണ്ടും ബാലൻസ് ആണെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് തെറ്റായിട്ടുള്ള റേഷ്യോ ആണ്, റോങ് റേഷ്യോ ആണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള റേഷ്യോ ആണെന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അറിയാതെ ഡിവൈഡ് ചെയ്ത ഈ റേഷ്യോ ആണ്. ഇനി റേഷ്യോ ബാലൻസ് ആണെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടി ഈ റേഷ്യോസ് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കാം. 4 + 3 + 2 9, 6 + 4 10 + 3 13. അപ്പൊ രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ എന്താണ്? വേറെ വേറെ വാല്യൂസ് ആണ് വരുന്നത്. ഇപ്പൊ ഈ റേഷ്യോ ബാലൻസ് അല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ബാലൻസ് ചെയ്യണം, പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും. സോ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് ഡയറക്ട്ലി ആ പൈസ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ റേഷ്യോ മൊത്തം കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 9 ആണ് വരുന്നത്. ആ 9നെയാണ് നമുക്ക് ഇവിടെ 702 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 9 എന്ന് പറയുന്നത് 702 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ആ തന്നേക്കുന്ന ഓരോ നമ്പറിന്റെ കൂടെ നമ്മൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 702 എന്ന് പറയുന്നത് നമ്മൾ 9 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അത് എത്ര വട്ടം വരും? 78 എന്ന് വരും. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓരോ റേഷ്യോസിന്റെ ഒറിജിനൽ വാല്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ വാല്യൂസിനെല്ലാം 78 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 4 × 78, 4 × 78 എന്ന് പറയുമ്പോൾ 4 × 7 280, ദെൻ 4 × 8 32. സോ രണ്ടുകൂടി പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 312 എന്ന് വരും. സോ അതിന്റെ ഒറിജിനൽ വാല്യൂ 312 ആണ്. അതുപോലെ 3 × 78, 210, 3 × 8 24. സോ അത് രണ്ടുകൂടി പ്ലസ് ചെയ്യുമ്പോൾ 234 എന്ന് വരും. ആൻഡ് അടുത്ത 2 × 78, 2 × 70 114, 2 × 8 16. സോ 114 16 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 156 വരും. ഓക്കെ, എല്ലാവരുടെയും വാല്യൂ നമുക്ക് കിട്ടി. മോസ്റ്റ്ലി ഇതിന്റെ ആൻസർ വരാൻ പോകുന്നത് നരേഷ് ആയിരിക്കും. റീസൺ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നരേഷിന്റെ ഇവിടുത്തെ വാല്യൂ 2ഉം ഇവിടുത്തെ വാല്യൂ 6ഉം ആണ്. നല്ല ഗ്യാപ്പ് ഉണ്ട്. ബാക്കിയുള്ള നോക്കിയാൽ വലിയ ഗ്യാപ്പ് ഇല്ല. സോ മിക്കവാറും ആൻസർ വരാൻ പോകുന്നത് നരേഷ് ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി. ഇങ്ങനെയാണ് എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. സോ നരേഷ് എന്ന് പറയുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആൻസർ മിക്കവാറും അതായിരിക്കും. അത് കൂടാതെ നമുക്ക് കാണാൻ പറ്റുക 168 രണ്ട് നമ്പറിന്റെ കൂടെയും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്യാൻ ഉറപ്പിക്കാം നരേഷ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പിക്കാം. പക്ഷേ ആൻസർ നമുക്ക് ഇവിടെ വെച്ച് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ രണ്ട് റേഷ്യോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് റേഷ്യോ തമ്മിലാണ് നല്ല ഗ്യാപ്പ് വരുന്നത്. ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 13 വരുന്നുണ്ട്. അപ്പൊ 13 എന്ന് പറഞ്ഞാണ് 702 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 13 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് 702 വരുന്നത്? 13 × I think 54. അതെ, 54 ചെയ്യുമ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് അത് വെച്ച് തന്നെ പറയാൻ പറ്റും ഏകദേശം റഫ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം 3 × 4 ചെയ്താലാണ് അവസാനം 2 വരുന്നത്. അപ്പൊ അവസാനത്തെ നമ്പർ 4 ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഏകദേശം ഒന്ന് റഫ് ആയിട്ട് എത്ര തവണ എടുക്കുമ്പോൾ ആണ് അത് ആ റേഞ്ച് വരുന്നതെന്ന് ആലോചിക്കുക. നമ്മൾ 70 × 10 ചെയ്താൽ തന്നെ 700 വരും. അങ്ങനെയാണെങ്കിൽ 70നേക്കാളും കുറച്ചുകൂടെ വലിയ ഒരു വാല്യൂയിലേക്ക് നമുക്കത് എടുക്കണം. അപ്പം 70 അല്ല, ഐ മീൻ നമുക്കിവിടെ ഈ ഒരു 10 കൊണ്ട് ചെയ്യുമ്പോൾ 70 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ 700 വരും. അങ്ങനെയാണെങ്കിൽ 13 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 70നേക്കാളും കുറച്ചുകൂടി താഴോട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. സോ അത് നമ്മൾ 50 60 ഒന്ന് വിചാരിച്ച് നോക്കിയാൽ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ഓരോ വാല്യൂസ് എടുക്കാം. ഇപ്പൊ 3 × 54
162 വരും. 4 × 50 200, 4 × 4 16, 216. ആൻഡ് നമുക്ക് 6 × 54 അത് എന്ന് പറയുമ്പോൾ 300, പിന്നെ 4 × 6 24, സോ 324 വരും. നമുക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടത്തേക്ക് ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും വലിയ ഗ്യാപ്പ് ഇല്ല, നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും. അപ്പൊ രമേശ് എന്തായാലും ആൻസർ അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. പിന്നെ അവിടെ അവർ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി റാം തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ റാമിന്റെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റാമിന്റെ രണ്ടിന്റെയും കൂടി ഡിഫറൻസ് ചുമ്മാ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ഈ റാമിന്റെ ഡിഫറൻസ് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് 162, മറ്റേത് 312. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 324, 156 ഉള്ളൂ. ഓക്കെ, ഇത് 162 എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ വലിയ വാല്യൂ, 312 എന്ന് പറഞ്ഞാൽ ചെറിയ വാല്യൂ. അവർ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക. ഇവിടെ 324 ഉണ്ട് എന്ന് പറഞ്ഞാൽ 312 വലിയ വാല്യൂ, 156 ആണ്, ഇവിടെ 162. 156 കുറച്ചുകൂടി ചെറിയ വാല്യൂ. അപ്പൊ ഉറപ്പായിട്ട് ഇവിടുത്തെ ഗ്യാപ്പ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഇവിടുത്തെ ഗ്യാപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടുത്തെ ഗ്യാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 168 ഗ്യാപ്പാണ് വരുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നരേഷ് ആണ് ആൻസർ. 168 ഗ്യാപ്പാണ് വരുന്നത്. സോ നരേഷ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് 168 rupees ആയിരിക്കും ഗെയിൻ ചെയ്യാൻ പോകുന്നത്.